everyone, welcome to Kids Area Online. Class 2 English exam ആയിരുന്നു. Exam easy ആയിരുന്നില്ലേ? നല്ലതുപോലെ എഴുതിയില്ലേ exam? Yes. Question paper കണ്ടാലോ? കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് മാർക്ക്. ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്? ആ സ്റ്റോറി എന്ത് ചെയ്യുക? നിങ്ങൾ കേട്ട ശേഷം അതിൽ നിന്ന് ഇവിടെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, തെറ്റാണെങ്കിൽ ക്രോസ് മാർക്ക് കൊടുക്കുക. ഇതിന് നേരെയുള്ള ഈ കോളം ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോറി എന്ന് പറയട്ടെ. സ്റ്റോറി എന്ന് പറഞ്ഞാൽ മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ഡ്യൂട്ടി. മിസ്റ്റർ സ്നെയിൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. മിസ്റ്റർ സ്നെയിൽ ആരാണ്? പോസ്റ്റ്മാൻ ആണ്. മെയിലൊക്കെ കൊണ്ടുകൊടുക്കുന്ന ആളാണ്, അറിയാലോ. ഹി വാസ് ഇൻ ഹിസ് ട്രാക്ടർ. ട്രാക്ടറിൽ പോവാണ്. The tractor moved on. Croak, croak. ട്രാക്ടർ ഇങ്ങനെ മൂവ് ചെയ്ത് ക്രോക്ക് ക്രോക്ക് ഒരു ശബ്ദം. മിസ്റ്റർ സ്നെയിൽ heard a sound from behind. Who is that? He looked back. ഇതാരാ? ക്രോക്ക് ക്രോക്ക്. പുറകിലേക്ക് നോക്കി. Who will be that? അതാരാണ്? That was a frog. അതൊരു ഫ്രോഗ് ആണ്. The frog was sitting behind Mr. Snail. ഒരു ഫ്രോഗ് ആണ്. ആ ഫ്രോഗ് എന്ത് ചെയ്യുന്നു? സ്നെയിലിന്റെ പുറകിലിരിക്കുകയാണ്. The frog had a long hat and red sunglass. ഈ ഫ്രോഗിന് നീളമുള്ള ഹാറ്റ് ഉണ്ട്, സൺഗ്ലാസ്, ചുവപ്പ് നിറത്തിലുള്ള സൺഗ്ലാസും ഉണ്ട്. Get out of my tractor. Mrs. Snail stopped the tractor and said. സ്നെയിൽ എന്ത് ചെയ്തു? ട്രാക്ടർ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, Get out of my tractor. എന്റെ ട്രാക്ടറിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞു. The frog jumped out. ഫ്രോഗ് പുറത്തേക്ക് ചാടി. Dhum. It fell on the back of a mouse. ഒരു എലിയുടെ പുറത്തേക്കാണ് എന്ത് ചെയ്തത്? ചാടിയത്. The frog's hat fell in water. ഫ്രോഗിന്റെ തൊപ്പി വെള്ളത്തിൽ വീണു. Oh my back, cried the mouse. അയ്യോ എന്റെ പുറകെ എന്ന് പറഞ്ഞിട്ട് മൗസ് കരഞ്ഞു. Hey Mr. Mouse, you have a letter. നിങ്ങൾക്ക് ലെറ്റർ ഉണ്ട്, said Mr. Snail. സ്നെയിൽ പറഞ്ഞു, മൗസ് നിങ്ങൾക്ക് ലെറ്റർ ഉണ്ട്. To me, എനിക്കോ? Oh thank you, said the mouse. മൗസ് നന്ദി പറഞ്ഞു. അപ്പോൾ സ്നെയിൽ ട്രാക്ടറിൽ പോവുകയാണ്. പുറകിൽ ആരിപ്പുണ്ടായിരുന്നു? വലിയ ഹാറ്റും റെഡ് സൺഗ്ലാസും വെച്ച് ഫ്രോഗ് ഇരുന്നു. ഫ്രോഗിന് എന്ത് ചെയ്തു? ട്രാക്ടറിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എവിടെ ചെന്ന് വീണു ഫ്രോഗ്? നമ്മുടെ മൗസിന്റെ ബാക്കിൽ വീണു. മൗസ് ചാടി എണീറ്റു. അപ്പോൾ നമ്മുടെ സ്നെയിൽ പറഞ്ഞു മൗസ് നിനക്കൊരു ലെറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ മൗസ് സ്നെയിലിന് താങ്ക് യു പറഞ്ഞു. അപ്പോൾ മിസ്റ്റർ സ്നെയിൽ saw a frog. മിസ്റ്റർ സ്നെയിൽ തിരിഞ്ഞോക്കിയപ്പോൾ ആരെയാ കണ്ട? ഫ്രോഗിനെയാണ് കണ്ടത്. ശരിയാണോ? യെസ്, ശരിയാണ്. മിസ്റ്റർ സ്നെയിൽ saw a frog. മിസ്റ്റർ സ്നെയിൽ started his journey on a scooter. സ്കൂട്ടറിലാണോ മിസ്റ്റർ സ്നെയിൽ യാത്ര പുറപ്പെട്ടത്? അല്ലെങ്കിൽ ട്രാക്ടറിലാണോ? ട്രാക്ടറിലാണ്, സ്കൂട്ടറിലല്ല. അപ്പോൾ ഇത് എന്താണ്? തെറ്റാണ്. The frog had a long hat. ഫ്രോഗിന് നീളമുള്ള ഹാറ്റ് ഉണ്ടായിരുന്നു. യെസ്, ശരിയാണ്, ലോങ് ഹാറ്റ് ഉണ്ടായിരുന്നു. The frog fell on a cat. ഫ്രോഗ് കാറ്റിന്റെ പുറത്താണോ വീണേ? നോ, മൗസിന്റെ പുറത്താണ്, അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. മിസ്റ്റർ സ്നെയിൽ gave a parcel to the mouse. മൗസിന് പാഴ്സലാണോ കൊണ്ടുവന്നത് സ്നെയിൽ? അല്ല, ലെറ്റർ ആണ്. അപ്പോൾ ഇതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. ലിസൺ ആൻഡ് മാർക്ക് എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തേത് കോൺവെർസേഷൻ ആയിരുന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫോക്സ് ആൻഡ് ദ ഡോഗ്. ഫോക്സ് ചോദിക്കാൻ, ഡിഡ് യു സീ എ റാബിറ്റ് അറൗണ്ട്? ഇവിടെ എവിടെയെങ്കിലും റാബിറ്റിനെ കണ്ടോ? ഈ ചുറ്റുപാട് എവിടെയെങ്കിലും റാബിറ്റിനെ കണ്ടോ? അപ്പോൾ ഡോഗ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നോ, ഐ ഡിഡ്ന്റ് സീ ദ റാബിറ്റ്. നോ, ഞാൻ കണ്ടില്ല, ഞാൻ റാബിറ്റിനെ കണ്ടില്ല. നോ, ഐ ഡിഡ്ന്റ് സീ ദ റാബിറ്റ്. ഞാൻ റാബിറ്റിനെ കണ്ടില്ല. അടുത്തിവിടെ നോക്കി, അടുത്ത കോൺവെർസേഷനിൽ എന്താണ്? നമ്മുടെ ഫോക്സ് പറഞ്ഞു ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ്. അതൊരു വൈറ്റ് റാബിറ്റ് ആണെന്ന് പറയുകയാണ്. അപ്പോൾ ഡോഗ് എന്തായിരിക്കും ചോദിച്ചത്?
റാബിറ്റിന്റെ നിറം എന്തായിരുന്നു? എന്ത് നിറമായിരുന്നു റാബിറ്റിന്? വാട്ട് കളർ ഇസ് ദ റാബിറ്റ്? റാബിറ്റിന് എന്ത് നിറമായിരുന്നു? അല്ലെങ്കിൽ റാബിറ്റിന് എന്ത് നിറമായിരുന്നു? വാട്ട് കളർ വാസ് ദ റാബിറ്റ്? അല്ലെങ്കിൽ റാബിറ്റിന്റെ കളർ എന്താ? വാട്ട് കളർ ഇസ് ദ റാബിറ്റ്? വാസ് എന്ന് എഴുതിയാലും എന്ത് നിറമായിരുന്നു? അതും ശരിയാണ്. ഈസ് എന്ന് പറയുമ്പോൾ റാബിറ്റിന് എന്ത് നിറമാണ്? അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി ഫൈൻഡ് ദ ഡിഫറൻസസ്. ഇത് ഇന്നലെ ടീച്ചർ പറഞ്ഞു. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ്. റൈറ്റ് ദം ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ നോക്കി, ടേബിളിൽ കോക്കനട്ട് ഇരിപ്പുണ്ട്, ഗ്രേപ്സ് ഇരിപ്പുണ്ട്, ആപ്പിൾ ഇരിപ്പുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ഷുഗർ കെയിൻ ഉണ്ട്. ഇതുപോലെ ഇവിടെയും ഉണ്ട്. പക്ഷെ ഇവിടെ 3 കോക്കനട്ട്സ് ഉണ്ട്, ഇവിടെ 2 കോക്കനട്ട്സ്. ഇവിടെ ജ്യൂസ് ഉണ്ട്, ഇവിടെയും ജ്യൂസ് ഉണ്ട്. ഇവിടെ ആപ്പിൾ ഉണ്ട്, ഇവിടെ ആപ്പിൾ ഉണ്ട്. ഇവിടെ ക്യാരറ്റ്സ് ഉണ്ട്, ഇവിടെ ക്യാരറ്റ് ഇല്ല, മാംഗോ ആണുള്ളത്. ഇവിടെ ബനാന ഉണ്ട്, ഇവിടെ ഗ്രേപ്സ് ഉണ്ട്. അപ്പോൾ ഡിഫറൻസസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിഫറൻസ് എങ്ങനെ എഴുതാമെന്ന് പറയുന്നുണ്ട്. പിക്ചർ എയിൽ there are 3 coconuts on the table. 3 കോക്കനട്ട് ആണ് ടേബിളിലുള്ളത്. there are only 2 coconuts on the table. ഇവിടെ 2 കോക്കനട്ട് മാത്രമേ ഉള്ളൂ. പിക്ചർ എയിൽ the apples are small. ആപ്പിൾ സ്മോൾ ആണ്. ഇവിടെ എന്താണ്? the apples are big. ആപ്പിൾസ് ആർ ബിഗ് ആണെന്ന് എഴുതണം. അടുത്ത് പിക്ചർ ബിയിൽ the juice is near the coconut. ജ്യൂസ് എവിടെയായിരിക്കുന്നേ? നിയർ ദ കോക്കനട്ട്, കോക്കനട്ടിൻ്റെ അടുത്ത്. ഇവിടെ എവിടെയായിരിക്കുന്നേ? നമ്മുടെ ക്യാരറ്റിൻ്റെ അടുത്ത്. അപ്പോൾ എങ്ങനെ എഴുതും? the juice is near the carrots. the juice is near the carrots. there are carrots on the table. ടേബിളിൽ ക്യാരറ്റ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? there are bananas. there are bananas on the table. അല്ലെങ്കിൽ there are mangoes on the table. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ഇനി ഇവിടെ നമ്മൾ പറയാത്തത് എന്തുണ്ട്? ഗ്രേപ്സ് ഉണ്ട്. അത് നമുക്ക് എഴുതാം. there are grapes on the table. ഇവിടെ ഇനി പറയാത്തത് ഏതാ ഉള്ളത്? മാംഗോ. there are mangoes on the table. ഓക്കെ, ടേബിളിന് പുറത്തുള്ള ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തത് കോംപ്രിഹെൻഷൻ ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ, ടിക്ക് ദ കറക്റ്റ് ആൻസർ. എലിഫന്റ് ഉണ്ട്, മങ്കി ഉണ്ട്, മൗസ് ഉണ്ട്. മൗസിൻ്റെ സ്മോൾ അംബ്രല്ല, എലിഫന്റിൻ്റെ ബിഗ് അംബ്രല്ല. മങ്കി എന്ത് ചെയ്യാണ്? ബനാന കഴിക്കുകയാണ്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ മങ്കി ഡൂയിങ്? മങ്കി എന്താ ചെയ്യുന്നേ? ഈറ്റിംഗ് ആൻ ആപ്പിൾ, ആപ്പിൾ കഴിക്കുന്നു. പ്ലക്കിംഗ് എ ബനാന, ബനാന പറിക്കുന്നു. ഈറ്റിംഗ് എ ബനാന, ബനാന കഴിക്കുന്നു. ഏതാണ് ശരി? ഈറ്റിംഗ് എ ബനാന, മൂന്നാമത്താണ് ശരി. ഹൂ ഹാസ് ദ ബിഗർ അംബ്രല്ല? ആർക്കാണ് വലിയ അംബ്രല്ല, വലിയ കുടയുള്ളത്? മൗസിനാണോ, മങ്കിക്കാണോ, റാറ്റിനാണോ, അല്ലെങ്കിൽ എലിഫന്റിനാണോ? എലിഫന്റിനാണ്, രണ്ടാമത്തെ ആൻസർ. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3. എത്രയുണ്ട്? 3 ഉണ്ട്. അപ്പോൾ 3 ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇതിൽ ഏത് പറയുന്നത് എന്താണ് ശരി? ദ എലിഫന്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ. എലിഫന്റ് ട്രീയുടെ അടിയിൽ ഇരിക്കുന്നു. തെറ്റ്. ദ ബട്ടർഫ്ലൈ ഈസ് നിയർ ദ മങ്കി. ബട്ടർഫ്ലൈ മങ്കിയുടെ അടുത്താണ്. തെറ്റ്. ദ റാറ്റ് ഹാസ് ആൻ അംബ്രല്ല. റാറ്റിന് അംബ്രല്ല ഉണ്ട്. ശരി. അപ്പൊ ഇതാണ് ശരി. വൈ ഈസ് ദ മങ്കി ഹാപ്പി? മങ്കി എന്തുകൊണ്ടാണ് സന്തോഷിച്ചിരിക്കുന്നത്? ഹി പ്ലഗ് ദ ഫ്ലവർ. പൂക്കൾ പറിച്ചതിനാല്. ഹി ഗോട്ട് എ ബനാന. ബനാന കിട്ടിയതിനാല്. ഹി ഹാസ് ആൻ അംബ്രല്ല. അംബ്രല്ല ഉള്ളതിനാല്. ഏതാ ശരി? ഹി ഗോട്ട് എ ബനാന. ഓക്കെ, ഇതായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ, കോംപ്രിഹെൻഷൻ. എല്ലാവരും ശരിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. അഞ്ചാമത് നോക്കാം, ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ഇവിടെ കോളത്തിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്. ആൻഡ്, കോക്കനട്ട്, ഫിഷ്, സ്മോൾ, ബേർഡ്, ആം, ക്യാരറ്റ്, ടെയിൽ, സ്മോൾ, ഇങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇവിടെ എലിഫന്റ് പറയാണ്, ഐ ആം ആൻ എലിഫന്റ്, ഐ ആം ബിഗ്. ഞാൻ ആനയാണ്, ഞാൻ വലുതാണ്. ഇവിടെ ഒരു ബേർഡ് ആണ് അല്ലെ? ബേർഡ് എന്തായിരിക്കും പറയാ? ഐ ആം എ, എന്ത് പറയും? ഞാൻ ആരാണ്? ബേർഡ്. ഇവിടെ നിന്ന് കണ്ട് എഴുതണം. BIRD, ബേർഡ്. ഐ ഫ്ലൈ ഹൈ, ഞാൻ ഉയരത്തിൽ പറക്കും. അടുത്ത ആരുടെ പിക്ചറാണ്? കാറ്റ്. കാറ്റ് എന്താ പറയണ്ടേ? കാറ്റ് എന്നുണ്ട്. ഐ ആം, ഇവിടെ കണ്ടോ? ഐ ആം കാറ്റ്. ഐ ലൈക്ക് ഫിഷ്. മൗസ് എന്താ പറയുന്നേ? ഐ ആം എ മൗസ്. ഐ ഈറ്റ്, ഞാൻ എന്താ കഴിക്കുക? കോക്കനട്ട്. ഐ ഈറ്റ് കോക്കനട്ട്. ഐ ഹാവ് എ ലോങ്, എനിക്ക് നീളമുള്ള എന്തുണ്ട്? ടെയിൽ, വാലുണ്ട്. ഐ ആം ആൻ, ഞാൻ ആരാണ്? ആൻഡ്. ഐ ആം ആൻ ആൻഡ്. ഐ ആം വെരി, ഞാൻ വളരെ സ്മോൾ, ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയില്ലേ? യെസ്. അപ്പോൾ എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ട് എഴുതിയോ? ഈസി എക്സാം അല്ലേ? യെസ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്.
സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.